നമസ്തേ. ഇന്ന് രാവിലെ വളരെ സുപ്രധാനമായ ഒരു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് തത്തുമൈ ന്യൂസ് പുറത്തുവിട്ടത്. വ്യാജരേഖകൾ സംഘടിപ്പിക്കുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നുള്ള തത്തുമയുടെ മുൻ വാർത്തകളെ ശരിവെക്കുന്ന സാഹചര്യമാണ് നിലവിൽ. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കാട്ടിൽമേക്കതിൽ നിന്ന് ബംഗ്ലാദേശി ദമ്പതികളെ മിലിറ്ററി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടികൂടിയിരുന്നു. ഇവരുടെ പക്കൽ നിന്ന് കേരളത്തിൽ നിന്ന് ലഭിച്ച ആധാർ കാർഡുകൾ ഉൾപ്പെടെ വ്യാജരേഖകൾ കണ്ടെടുത്തു. ഈ വാർത്ത ബ്രേക്ക് ചെയ്ത തത്തുമയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ള ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തത്തുമൈ പ്രേക്ഷകരോട് രാവിലെ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് VHPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. തത്വമൈ ന്യൂസ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത വളരെ ആശങ്കാജനകമായ ഒരു വസ്തുതയുടെ നേരെയുള്ള വിരൽ ചൂണ്ടലാണ്. കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിൽ സമാന സാഹചര്യത്തിലുള്ള ധാരാളം വ്യക്തികളെ പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ താമസിച്ചുകൊണ്ട് പാന്, ആധാർ ഉൾപ്പെടെയുള്ള സർവ്വരേഖകൾ സമ്പാദിക്കുകയും കഴിഞ്ഞ ഒരു ദശകമായി കേരളത്തിൽ താമസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. കാരണം കേരളം ഇന്ന് ഇത്തരത്തിലുള്ള ജിഹാദികളുടെയും വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും വ്യാജരേഖകളുടെയും അടിസ്ഥാനത്തിൽ വിലസുന്ന ധാരാളം വ്യക്തികളാൽ സമ്പന്നമാണ് കേരളം. അതിൻ്റെ ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. 2-3 മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സർവകലാശാലകളുടെയും വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പോലീസ് കണ്ടെത്തി. പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു ചെറിയ വാർത്തയിൽ അത് ഒതുക്കിയുണ്ടായി. അതിനുശേഷം ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത്, തുടർ അന്വേഷണം നടന്നോ, പ്രധാനപ്പെട്ട പ്രതികൾ ആരൊക്കെയാണ്, ഇതിനെപ്പറ്റി യാതൊരു വിധമായ അന്വേഷണവും നടന്നില്ല. അതേപോലെ തന്നെയായിരുന്നു കുംഭമേളയിലെ വൈറലായി മാറിയ ഒരു പെൺകുട്ടിയെ വ്യാജരേഖകളുടെ സഹായത്തോടുകൂടി കേരളത്തിൽ കൊണ്ടുവന്ന് വിവാഹം നടത്തിയ കാര്യവും നമ്മൾ കണ്ടു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ തത്വമൈ ന്യൂസ് പുറത്തു വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജിഹാദി ശക്തികൾ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ ആശങ്ക ഉണ്ടാക്കുന്നൊരു വസ്തുതയാണ്. കാരണം ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് നേരിട്ട് എടുക്കാൻ സാധ്യതയില്ല. ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ സംഘടിപ്പിച്ചു കൊടുത്തത് ആരാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണ്, ഇക്കാര്യങ്ങളെപ്പറ്റി കൂടി അന്വേഷണം നടത്തണം. ഇതേപോലെയുള്ള പ്രശസ്തമായ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുകളും ഇതേപോലെ തന്നെയുള്ള ധാരാളം വ്യക്തികൾ താമസിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ജമ്മു കാശ്മീർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും മിലിറ്ററി ഇന്റലിജൻസ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികൾ ധാരാളം ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണർത്തുന്ന വാർത്തയാണ് ഇത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തത്തുമൈ ഇത്തരത്തിൽ വ്യാജരേഖകൾ സംഘടിപ്പിക്കുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നുള്ള വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ അന്നൊന്നും കാര്യമായ അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടായില്ല. സർക്കാരും പോലീസും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ വാർത്തയെ സംബന്ധിച്ച് ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നും ഇതുപോലെ വ്യാജരേഖകളുമായി താമസിക്കുന്നവരെ കൂടുതൽ റെയ്ഡുകൾ നടത്തി പിടികൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.